ശബരിമല എന്ത് പ്രശ്നമുണ്ടെങ്കിലും NSS അതിനകത്ത് അഭിപ്രായം രേഖപ്പെടുത്തി നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ വിഷയം വരുമ്പോൾ NSSൻ്റെ നേതൃത്വം അതിനകത്ത് കാര്യം ശബരിമല NSS സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയമാണ്. NS എന്നുള്ള മൗനം പാലിക്കുന്ന കാര്യത്തിൽ കൂടി എനിക്ക് ദുരൂഹം നൽകുന്നുണ്ട്. കാര്യം സ്വാഭാവികമായിട്ട് NS പ്രതികരിക്കേണ്ട വിഷയമാണ് ഇതിൻ്റെ അകത്ത്. കാര്യം സ്വർണ്ണമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഒരു കോടതി ഒരു രാഷ്ട്രീയ ആരോപണമല്ല, കോടതിയാണ് പ്രശ്നം ഉന്നയിക്കുന്നത്. പിന്നീടാണ് രാഷ്ട്രീയ വിഷയം വളരെ വൈകിയാണ് ശരിക്കും രാഷ്ട്രീയ പ്രതിപക്ഷത്തെ ഏറ്റെടുക്കുന്നത്. കോടതിയാണ് പ്രശ്നം കൊണ്ടതിന് ശേഷമാണ് ഏറ്റെടുക്കുന്നത്. പ്രതിപക്ഷം ഓൾറെഡി തന്നെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ അതിനെ എനിക്ക് തോന്നുന്നു ഒരു വിശ്വാസം വീണ്ടും രാഷ്ട്രീയമായി, കാരണം ഈ വിശ്വാസത്തെ രാഷ്ട്രീയമായി അങ്ങനെ മുഴുവൻ നോക്കുന്ന വേറൊരു സംഘടനയും കൂടി, വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടി കേരളത്തിലുണ്ട്. ഒരുപക്ഷെ UDF ഒരു തന്ത്രപരമായിട്ട് അതിന് വേണ്ട പോലെ അത് രാഷ്ട്രീയ ഒരു വിശ്വാസത്തെ അങ്ങനെ ദുരുപയോഗം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കേണ്ടെന്നൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് എങ്കിൽ ഇന്ന് അതിൻ്റെ നേതാക്കളായിട്ടുള്ള KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരേപോലെ അഭിപ്രായം നമ്മൾ പറഞ്ഞു കേട്ടു. ഏകസ്വരത്തിലുള്ള അഭിപ്രായം പറഞ്ഞു കേട്ടു. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ NSS ഈ കാര്യത്തിൽ എന്തുകൊണ്ട് നിശബ്ദം പാലിക്കൂ എന്നുള്ളത് അയ്യപ്പ സംഗമത്തിന് ശേഷം NSന് ഈ കാര്യം മനസ്സിലായിരുന്നോ? NSനെ കുറിച്ച് NSനോട് ഇത് ബോധ്യപ്പെടുത്തിയിരുന്നു. അല്ലെങ്കിൽ NS തിരിച്ചാൽ പ്രതികരിക്കേണ്ട വിഷയം, പക്ഷേ NSനെ പ്രതികരിക്കാൻ നമ്മൾ കാണുന്നില്ല. ഞാൻ NS നിർബന്ധിച്ച് പ്രതികരിപ്പിക്കുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ അറിയുന്നൊരു കാര്യം ഇത്തരം വിഷയങ്ങൾ NSന് ശബരിമല വിഷയങ്ങൾ പ്രത്യേക താല്പര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഗുരുതരമായ ക്രമക്കേട് നടന്നാൽ NSSന്റെ പ്രതിനിധികൾ പല ഘട്ടങ്ങളിലും അവിടെ ഉണ്ടായിരുന്നാണല്ലോ. ശ്രീ K അനിൽകുമാർ CPM പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നു. അനിൽകുമാർ, ഈ 99-ൽ വിജയം മല്യ പൂശിയത് സ്വർണം തന്നെയാണോ? അല്ലെന്ന് അത് ചെമ്പാണെന്ന് പറയുന്നു A പത്മകുമാറും പ്രശാന്തും. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ദേവസ്വം മാനുവലിന് വിരുദ്ധമാണെന്ന് പറയുന്നു അനന്തഗോപൻ. കടകംപള്ളി സുരേന്ദ്രനോട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമോ? കാരണം അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം അറിയാമെന്നോ അറിയില്ലെന്നോ പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ വിജയ് മല്യ അയ്യപ്പനെ പറ്റിച്ചതാണോ, അതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പനെയും വിജയ് മല്യയും പറ്റിച്ചതാണോ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായാലും ആരെ പറ്റിച്ചാലും ഫലപ്രദമായ അന്വേഷണത്തിലൂടെ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസും സംസ്ഥാന സർക്കാരും എല്ലാ കുറ്റവാളികളെയും തെറ്റുകാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരും. അതാണ് സർക്കാർ നിലപാട്. അതിലൊരു കുറ്റവാളിയെയും തെറ്റുകാരനെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. അതാണ് ആദ്യമായി LDF എന്ന നിലയ്ക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ശ്രീ വിജയമല്യ അവിടെ എന്തു ചെയ്തു എന്നതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 3000-ഓളം കിലോ ചെമ്പ്, ആ ചെമ്പ് ഉപയോഗിച്ച് ശ്രീകോവിലടക്കം നവീകരിക്കാനുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹം സഹായകരമായി നിലപാട് സ്വീകരിച്ചത്. അതിൽ ഏതാണ്ട് 30 കിലോ സ്വർണവും അല്ലെങ്കിൽ സ്വർണം പൂശിക്കൊണ്ടാണ് അത് ഉപയോഗിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. സ്വർണം പൂശുന്നതിന് വ്യത്യസ്ത രീതികളുണ്ട്. വിജയമല്യ ചെയ്തതിനെക്കുറിച്ച് ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്, സ്വർണ്ണപ്പാളി ഉണ്ടാക്കി ആ പാളി ഈ പറയുന്ന ചെമ്പിൽ അടിച്ചു ചേർത്ത് അത് ചെമ്പ് അകത്തും ഈ സ്വർണ്ണപ്പാളി പുറത്തും കാണുന്ന വിധം ചുവരിൽ പതിപ്പിക്കുന്നതാണ്, മേൽക്കൂരയിൽ പതിപ്പിക്കുന്നതാണ് ഒരു രീതിയായി നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഇവിടെ കൊടിമരങ്ങളിലൊക്കെ ചെമ്പിൻ്റെ മേലെ സ്വർണം പൊതിയുന്ന രീതി ആ നിലയിൽ കാണാറുണ്ട്. പിന്നീട് നമ്മൾ കണ്ടൊരു കാര്യം, ദ്വാരപാലക ശില്പത്തിൻ്റെ ഭാഗത്ത് സ്വർണം പാളിയായി അടിക്കുകയാണോ അതോ അത് പ്ലേറ്റ് ചേർക്കുകയാണോ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത അക്കാലത്ത് നടന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരും. അത് പരിശോധിച്ചാൽ നമുക്ക് പുറത്തു വരാൻ കഴിയുന്ന കാര്യമാണ്.